Dear students, നമ്മൾ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന 12th സ്റ്റാൻഡേർഡിലെ ലാസ്റ്റ് ചാപ്റ്റർ കെമിസ്ട്രി 16th ചാപ്റ്റർ കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫിന്റെ എസെൻഷ്യൽ തിയറിയ. ഇതിനുശേഷം നിങ്ങളുടെ മെറ്റീരിയലിൽ നിന്നുള്ള ഒരു 25 ക്വസ്റ്റ്യൻസ് നമ്മളുടെ MCQ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇതിലെ സിമ്പിൾ ചാപ്റ്റർ ആണ്, പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15-20 മിനിറ്റ് തീരാവുന്നതേ ഉള്ളൂ. ഹൈലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ് ഏതൊക്കെ ഫീൽഡിൽ കെമിസ്ട്രി നമ്മൾ ഡേ ടു ഡേ ബേസിസിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതിൽ 3 ഫീൽഡാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഫസ്റ്റ് മെഡിസിൻസ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസ്, ദെൻ ഫോർ ഫുഡ് മെറ്റീരിയൽസ്, പിന്നെ ഡിറ്റർജൻസ്, സോപ്പ്, അതായത് ക്ലെൻസിങ് ഏജന്റ്സ്, സിന്തറ്റിക് ഫൈബേഴ്സ്, കോട്ടൺ, റയോൺ പോലുള്ള നമ്മുടെ ക്ലോത്തിങ്ങിന് വേണ്ടിയിട്ടുള്ള. അതിൽ കെമിക്കൽസ് ഇൻ മെഡിസിൻസിൽ ഡ്രഗ്സ് ആർ ദ കെമിക്കൽസ് ഓഫ് ലോ മോളിക്കുലാർ മാസ് that produce a biological response. നമ്മുടെ മോഡേൺ മെഡിസിൻ എല്ലാം ബേസ് ചെയ്തിരിക്കുന്നത് കെമിസ്ട്രിയുടെ ഡ്രഗ്സിനെ ബേസ് ചെയ്തിട്ടാണ്. ഇനി ഡ്രഗ്സ് നമ്മൾ തെറാപ്യൂട്ടിക് യൂസ് ഉപയോഗിച്ചാൽ ദാറ്റ് ഈസ് കാൾഡ് മെഡിസിൻസ്. മെഡിസിൻസ് ആർ ദ ഡ്രഗ്സ് വിച്ച് ആർ തെറാപ്യൂട്ടിക് യൂസ്ഡ് ഫോർ ഡയഗ്നോസിസ്, പ്രിവെൻഷൻ ആൻഡ് ദ ട്രീറ്റ്മെന്റ് ഓഫ് ഡിസീസ് ആണ്. ഇനി യൂസ് ഓഫ് കെമിക്കൽസ് ഫോർ തെറാപ്യൂട്ടിക് എഫക്ട് ഈസ് കാൾഡ് കീമോതെറാപ്പി. ഇപ്പം നിങ്ങൾ കീമോതെറാപ്പി എന്ന വാക്ക് കൂടുതൽ അസോസിയേറ്റ് ചെയ്ത് കേട്ടേക്കുന്ന ക്യാൻസറിന്റെ ഒക്കെ ട്രീറ്റ്മെന്റിൽ കീമോതെറാപ്പി കെമിക്കൽസ് വെച്ചിട്ട് ട്രീറ്റ്മെന്റ് നടത്തി രോഗം ഭേദമാക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഇനി ഡ്രഗ്സിനെ നമ്മൾ 12th സ്റ്റാൻഡേർഡ് ലെവലിൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അതിന്റെ ജോലിക്ക് അനുസരിച്ച് നമ്മൾ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യും. ബേസ്ഡ് ഓൺ ഡ്രഗ് ഇൻ ആക്ഷൻ വെച്ചിട്ട് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ആക്ഷൻ ഓഫ് ദ ഡ്രഗ് ഓൺ എ പർട്ടിക്കുലർ ബയോകെമിക്കൽ പ്രോസസ്. എക്സാമ്പിൾ ആന്റി ഹിസ്റ്റമിൻസ്, ഹിസ്റ്റമിൻസിന്റെ മണ്ടയിൽ പ്രവർത്തിക്കുന്ന ആന്റി ഹിസ്റ്റമിൻസ് ഈ കാറ്റഗറി വരും. ഫാർമക്കോളജിക്കൽ എഫക്ട് ബേസ് ചെയ്ത് ഡ്രഗ്സിനെ പല കാറ്റഗറീസ് ചെയ്യാം. പ്രധാനമായും 3 കാറ്റഗറിയാണ് നമ്മുടെ NCERT-യിൽ ഡീൽ ചെയ്ത് പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ദ അനാൽജസിക്സ് ഫോർ ദ പെയിൻ കില്ലർ ഗ്രൂപ്പ്. നെക്സ്റ്റ് വൺ ഇസ് ദ ആന്റിസെപ്റ്റിക്സ് that kill or arrest the growth of the microorganisms, and the third one antipyretics that reduce the fever. Ni drugs in the classification based on chemical structure aanengil it is sulfonamide ringuകൾ ഉള്ളത്, so they are called sulfonamides. Ni molecular target അത് പ്രോട്ടീനെ ആണോ കാർബോഹൈഡ്രേറ്റിനെ ആണോ ഡ്രഗ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് there are drugs that are exclusive for carbohydrate substrates, lipids, proteins and nucleic acid. അപ്പൊ അങ്ങനെ ഓരോരോ ടാർഗറ്റിന്റെ ബേസിസിലുണ്ട്, സ്ട്രക്ചറിന്റെ ബേസിസിലുണ്ട്, ആക്ഷന്റെ ബേസിസിലുണ്ട്, ഫാർമക്കോളജിക്കൽ എഫക്റ്റിന്റെ ബേസിലുണ്ട്. അതിൽ ഈ ഫാർമക്കോളജിക്കൽ ബേസിന്റെ രീതിയിലുള്ളത് വളരെ ഉപകാരമാണ്. നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇനി ഡ്രഗ്സിൽ നമ്മൾ പറയുന്ന വേറൊരു രീതി എന്ന് പറഞ്ഞാൽ ഡ്രഗ്സിന്റെ ഇന്ററാക്ഷൻ is closely linked to the enzymes present in our body. So drugs inhibit any of the 2 activities of the enzymes. That gets activation prevent ചെയ്യാം അല്ലെങ്കിൽ deactivation prevent ചെയ്യാം. ഇനി റിസപ്റ്റേഴ്സ് as drug targets. നമ്മളെ സെല്ലിന്റെ മെംബ്രെയിനിൽ, നിങ്ങൾ ബയോളജിയിൽ പഠിച്ചിട്ടുള്ളതാണ്, സെൽ മെംബ്രെയിനിൽ പല ജാതി റിസപ്റ്റേഴ്സ്. ആ റിസപ്റ്റേഴ്സ് ആയിരിക്കും ഡ്രഗുകളുടെ ടാർഗറ്റ്. അതാണ് റിസപ്റ്റേഴ്സ് ഓഫ് ഡ്രഗ് ടാർഗറ്റ്സ് എന്ന് പറഞ്ഞത്. ജസ്റ്റ് അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. ഇനി അടുത്ത് വരുന്നത് ഡ്രഗ് ഇന്ററാക്ട് വിത്ത് ദ റിസപ്റ്റർ ഇൻ 2 ways. One is the antagonist effect. Antagonist means drugs bind to their receptor sites and inhibits its natural function. Natural function മൊത്തത്തിൽ അങ്ങ് ഇൻഹിബിറ്റ് ചെയ്യും. That are called drug antagonists എന്ന് പറയും. ഇനി some drugs mimic the natural messenger by switching on the receptor. That are called agonists. The therapeutic action of drugs il nammal aadyam padikkunna category antacids are. These are the drugs which reduce or neutralize the acidity. Example baking soda, methyl hydroxides like AlOH, MgOH, cimetidine, ranitidine, isoprazole, omeprazole ellam antacid category il varuna druggal marunnukalanu. Ini antihistamines or anti allergic drugs. തുമ്മൽ ഒരു അലർജിയാണ്, സ്കിൻ റാഷസ് ഒരു ചൊറിച്ചിൽ വരുന്ന അലർജിയാണ്. ഫുഡ് അലർജി എന്ന് പറയുന്ന ഫുഡ് നമ്മൾ ഏതെങ്കിലും ഒരു പെക്യുലർ ടൈപ്പ് മേടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ നിന്ന് റെസ്പോൺസ് ഉണ്ടാവും. ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഇച്ചിങ് ആയിരിക്കും, ചൊറിച്ചിലും കാര്യങ്ങളും ആയിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ശരീരം മൊത്തം ചുമന്ന് തുടുക്കുന്നതായിരിക്കും. ഇതൊക്കെ പലജാതി അലർജിയാണ്. ഈ അലർജിക്കെതിരെ കൊടുക്കുന്ന മരുന്നുകളാണ് ആന്റി ഹിസ്റ്റമിൻസ് ഓർ ആന്റി അലർജിക് ഡ്രഗ്സ്. അതിൽ എക്സാമ്പിൾ ആണ് നമുക്ക് ആവശ്യം ഡൈഫിനൈൽ ഹൈഡ്രമീൻ, ഫിനിറാമിൻ മാലേറ്റ് അഥവാ അവിൽ എന്ന് നമ്മൾ പറയും, ക്ലോർഫിനിറാമിൻ, സീറ്റ്, ഇതെല്ലാം. ഇനി ന്യൂറോളജിക്കലി തലച്ചോറ്, തലമണ്ട, നമ്മുടെ ഓർമ്മ, ബുദ്ധി, സൈക്കോസിസ് ഒക്കെയുമായി ബന്ധപ്പെട്ട ന്യൂറോളജിക്കലി ആക്റ്റീവ് ഡ്രഗ്സ്. ദീസ് ഡ്രഗ്സ് അഫക്ട് ദി മെസ്സേജ് ട്രാൻസ്ഫർ മെക്കാനിസം ഫ്രം നെർവ് ടു ദ റിസപ്റ്റർ ആൻഡ് ആർ ഓഫ് 2 types. ട്രാൻക്വിലൈസേഴ്സ് ഓർ ദ സൈക്കോതെറാപ്യൂട്ടിക് ഡ്രഗ്സ്. അതിലാണ് നാർക്കോട്ടിക്സ് വരും, which reduces anxiety and tension. Example heroin,
കൊഡൈൻ ഒക്കെ വരും. ഈ സെഡേറ്റീവ്സ് മയക്കത്തിന് വേണ്ടിയിട്ടുള്ളത് വേലിയം, ബാർബിറ്റുറേറ്റ്സ്, ആന്റി ഡിപ്രസൻസ് വരും, ഇപ്രോനിയാസിഡും, മെപ്രോബാമേറ്റ് തുടങ്ങിയ സാധനങ്ങൾ ഒക്കെ വരുന്നത് ഈ പറഞ്ഞ ആന്റി ഡിപ്രസന്റ് ഡ്രഗ്സ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പറഞ്ഞ പോലെ ഡ്രഗ്സിന്റെ റോൾസ് ആയിരുന്നു. അതിൽ ഈ പറഞ്ഞ ജാതി ഡ്രഗ്സ് ഹിപ്നോട്ടിക്സ്, നോൺ ഹിപ്നോട്ടിക്. ഹിപ്നോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ബാർബിട്രേറ്റ്സ് സച്ച് സെക്കോനാൽ, ലൂമിനാൽ, വെറോനാൽ വരും, പറഞ്ഞിരുന്നു ആൾറെഡി. അനാൽജസിക്സ് ഈ പറഞ്ഞതുപോലെ these are the drugs which relieve pain without causing impairment to consciousness, mental confusion ഒന്നും ഉണ്ടാക്കാതെ തന്നെ നമ്മുടെ ബോഡിക്ക് ഒരു സുഖകരമായ വേദനയിൽ നിന്ന് മുക്തി നൽകുന്നതാണ് അനാൽജസിക്സ്. അത് രണ്ടു തരമുണ്ട്. നോൺ നാർക്കോട്ടിക് ഉണ്ട്. ദീസ് ആർ ദ ഡ്രഗ്സ് വിച്ച് ഡു നോട്ട് കാസ് അഡിക്ഷൻ. എക്സാമ്പിൾ ആസ്പിരിൻ, പാരസെറ്റമോൾ തുടങ്ങിയ വേദന സംഹാരികൾ നമ്മൾ മലയാളത്തിൽ പറയും. നാർക്കോട്ടിക്സ് ഉണ്ട്. എക്സാമ്പിൾ വിച്ച് ലീഡ്സ് ടു അഡിക്ഷൻ. എക്സാമ്പിൾ ആണ് മോർഫൈനും കൊഡൈനും. ഇനി ആന്റി മൈക്രോബിയൽസ് ഉണ്ട്. നമ്മുടെ മുറിവിലൊക്കെ പഴുപ്പൊന്നും വരാതിരിക്കാനും മുറിവുകൾ പെട്ടെന്ന് കരിഞ്ഞുണങ്ങാനുമായി നമ്മൾ പുരട്ടുന്നതിന് വിച്ച് ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓർ ആക്ഷൻ ഓഫ് ഗ്രോത്ത് ഓഫ് മൈക്രോബ്സ് സച്ച് ബാക്ടീരിയ, ഫംഗൈ, വൈറസ്. എക്സാമ്പിൾ ആന്റിബയോട്ടിക്സ്, ആന്റിസെപ്റ്റിക്സ്, ഡിസ്ഇൻഫെക്ടൻസ്. Antibiotics are substances which are produced by bacteria which in low concentration inhibit the growth or destroy the microorganisms by intervening their metabolic process. ഇനി ആന്റിബയോട്ടിക്സ് രണ്ടു തരം ഉണ്ട്. ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്സ് ഉണ്ട് വിച്ച് ആർ ആക്റ്റീവ് അഗെയിൻസ്റ്റ് ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയകൾ ഒരു തരം, ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയകൾ വേറൊരു തരം. ഈ രണ്ടു തരം ബാക്ടീരിയക്കെതിരെയും ഒരുപോലെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്സ്. ഇനി ചിലതുണ്ട് വിച്ച് ആർ മെയിൻലി അഗെയിൻസ്റ്റ് ഗ്രാം പോസിറ്റീവ് അല്ലെങ്കിൽ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ, കാൾഡ് നാരോ സ്പെക്ട്രം ആന്റിബയോട്ടിക്സ്. എക്സാമ്പിൾ പെനിസിലിൻ, എ ബാക്ടീരിയസിഡൽ നാരോ സ്പെക്ട്രം ആന്റിബയോട്ടിക് ആണ്. ആംപിസിലിൻ ആൻഡ് അമോക്സിലിൻ സെമി സിന്തറ്റിക് ആണ്, മോഡിഫിക്കേഷൻ ഓഫ് പെനിസിലിൻ ആണ്. ഒഫ്ലോടാക്സിൻ ഒരു ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക് ആണ്. എറിത്രോമൈസിൻ, ടെട്രാസൈക്ലിൻ, ക്ലോറാഫീനിക്കോൾ ബാക്ടീരിയോസ്റ്റാറ്റിക് ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക് ആണ്. ഇനി ആന്റിസെപ്റ്റിക്സ് ഉണ്ട്. ദീസ് ആർ അപ്ലൈഡ് ടു ലിവിംഗ് ടിഷ്യൂസ് സച്ച് as wounds, cuts, ulcers, diseased skin surface etc. like furacin, Dettol. Dettol എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് ക്ലോറോസൈലിനോളും ടെർപീനിയോളും കൂടെ ചേർന്ന ഒരു മിക്സ്ചർ ആണ് നമ്മൾ ഡെറ്റോൾ എന്ന് പറയുന്നത്. അതേപോലെ ഫീനോൾ 2.2% ഫിനോൾ ഒക്കെ ആന്റിസെപ്റ്റിക് ആയിട്ട് നമ്മൾ ഉപയോഗിക്കാറ്. ഇനി നമ്മൾ നേരെ പോകുന്ന ഡിസിൻഫെക്റ്റന്റുകളാണ്. ഡിസിൻഫെക്റ്റന്റുകൾ ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് ചെയ്യുന്നത് ദീസ് സബ്സ്റ്റൻസസ് കിൽ ഓർ സ്റ്റോപ്പ് ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസം ബട്ട് ആർ ഹാർംഫുൾ ടു ലിവിംഗ് സെൽസ്. അതുകൊണ്ട് നമ്മൾ മുറിവിലൊന്നും ഉൾപ്പെടുത്തില്ല. ദേ ആർ അപ്ലൈഡ് ടു നോൺ ലിവിംഗ് ഒബ്ജക്ട്സ് ലൈക്ക് ക്ലോത്ത്, ഫ്ലോർ, നമ്മുടെ തറ, യൂട്ടൻസിൽസ്, ബാത്റൂം, ടോയ്ലറ്റ് ഒക്കെ. എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫീനോൾ, 1% ഫീനോള്, ബ്ലീച്ചിങ് പൗഡർ, H2O2, 1% സൊല്യൂഷൻ ഓഫ് ഫീനോൾ ഒക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? കുഞ്ഞുങ്ങളെ ഡിസ്ഇൻഫെക്റ്റൻസിന് എക്സാമ്പിൾ. ഇനി ഡ്രഗ്സിൽ ഏറ്റവും ലാസ്റ്റ് ആന്റി ഫെർട്ടിലിറ്റി ഡ്രഗ്സ്. ദീസ് ഡ്രഗ്സ് യൂസ് ടു റെഡ്യൂസ് ബർത്ത് റേറ്റ്. എക്സാമ്പിൾ മെഫിപ്രിസ്റ്റോൺ, സിൽഫിയം തുടങ്ങിയ ഡ്രഗുകൾ ആന്റി ഫെർട്ടിലിറ്റി ഡ്രഗ്സ് ആണ്. ഇനി നമ്മൾ ഫുഡുകൾ, നമ്മൾ ഇപ്പം ലേസ്, അതേപോലെ പാക്കറ്റഡ് ഫുഡ്, അച്ചാറുകൾ, ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പലജാതി കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട കെമിക്കൽസ് അതിൽ അപ്ലൈ ചെയ്യും. സോ അതിനെ കുറിച്ചൊരു അവബോധം നൽകുന്ന പോർഷനാണ് കെമിക്കൽസ് ഇൻ ഫുഡ്. കെമിക്കൽസ് വിച്ച് ആർ ആഡഡ് ടു ഫുഡ് for their preservation and for enhancing their appeal, flavor, taste are called food additives. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയാണ് ആർട്ടിഫിഷ്യൽ സ്വീറ്റനിങ് ഏജൻസ്. സാധാരണ നമ്മൾ മധുരത്തിന് വേണ്ടി പഞ്ചസാര, ഷുഗർ ആണ് ആഡ് ചെയ്യുന്നത്. പക്ഷെ അത് ഡയബറ്റീസ് ഒക്കെ ഉണ്ടാക്കുന്നുള്ളതുകൊണ്ട് ഈ കലോറി വർദ്ധിപ്പിക്കാത്ത മധുരങ്ങളുണ്ട്. അതാണ് സക്കാറ്റ്, അത് 550 ടൈംസ് സ്വീറ്റർ ദാൻ ഷുഗർ ആണ്. അലീറ്റൈം 2000 ടൈംസ് സ്വീറ്റർ ദാൻ സൂക്രോസ് ആണ്. അസ്പാർട്ടൈം 100 ടൈംസ് സ്വീറ്റർ ദാൻ സൂക്രോസ്, ഷുഗർ ആണ്. ഇതൊക്കെ പഠിച്ചു വെച്ചേക്കും. ഇനി ആർട്ടിഫിഷ്യൽ സ്വീറ്റനിങ് ഏജൻസ് ആർ ഇനേർട്ട് ആൻഡ് ആർ ഹാർംലെസ്, ദ സെക്രീറ്റഡ് ഫ്രം ദ ബോഡി ഇൻ യൂറിൻ അൺചേഞ്ച്ഡ് ആയിട്ട് തന്നെ എന്ത് ചെയ്യും. ഇനി വരുന്നതാണ് ഫുഡ് പ്രിസർവേറ്റീവ്സ്. Food preservatives are the chemical substances which are added to the food materials to prevent their spoilage and to retain their nutritive value for long shelf period. അതായത് കുറെ കാലം നമുക്ക് സംഭരിച്ചു വെച്ച് പാക്കറ്റിലാക്കി വെച്ചിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് പ്രിസർവേറ്റ് ചെയ്യാം. ഇനി ദേ പ്രിവെന്റ് റാൻസിഡിറ്റി. റാൻസിഡിറ്റി നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ കനച്ചു പോവുക എന്ന് പറയാം. ആൾസോ ദേ ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓർ ദ കിൽ ദ മൈക്രോ ഓർഗാനിസം. എക്സാമ്പിൾ ടേബിൾ സാൾട്ട് ഒരു നല്ല ഫുഡ് പ്രിസർവേറ്റീവ് ആണ്. ഷുഗർ, സിട്രിക് ആസിഡ്, സോഡിയം ബെൻസോയേറ്റ്, സാൾട്സ് ഓഫ് പ്രൊപ്പിയോണിക് ആസിഡ്, സോർബിക് ആസിഡ്, ഇതൊക്കെ എന്താണ് നല്ല ഫുഡ് പ്രിസർവേറ്റീവ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും. അടുത്തതാണ് ആന്റി ഓക്സിഡൻസ്. These chemical substances which prevent the oxidation and the subsequent spoilage of food. They act as sacrificial materials. Example രണ്ടുപേരാണ്. ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി അനിസോൾ അഥവാ BHA, ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സി ടൊളുവീൻ അഥവാ BHT. ഇനി കെമിക്കൽ ഏജൻസ് ആണ്. കെമിക്കൽ ഏജൻസിൽ നമ്മൾ ദീസ് ആർ സോഡിയം ഓർ പൊട്ടാസ്യം സാൾട്സ് ഓഫ് ഹയർ ഫാറ്റി ആസിഡ്സ് ആണ് വിത്ത് 16 to 18 കാർബൺ ആറ്റംസ്. എക്സാമ്പിൾ സാൾട്സ് ഓഫ് പാൽമിറ്റിക് ആസിഡ്, സ്റ്റീറിക് ആസിഡ്, ഒലീക് ആസിഡ് ഒക്കെ സോപ്പുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കും.
ഇനി ജനറലി പൊട്ടാസ്യം സോപ്സ് ആർ സോഫ്റ്റ് ടു ദ സ്കിൻ ദാൻ സോഡിയം സോപ്പ്. സോപ്സ് ഡു നോട്ട് വർക്ക് ഇൻ ഏത് വെള്ളം? ഹാർഡ് വാട്ടർ. അങ്ങനെ ഹാർഡ് വാട്ടറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് സിന്തറ്റിക് ഡിറ്റർജൻസ് എന്ന് പറയുന്നത്. These are sodium salts of long chain sulfonates and sulfates and are classified as cationic detergents എന്ന് പറയും. അതായത് ഒരു സോപ്പിന് അതിന്റെ ക്ലീനിങ് വർക്ക് ചെയ്യണമെങ്കിൽ അതിലൊരു ആനയോൺ അല്ലെങ്കിൽ കാറ്റയോൺ വരണം. അപ്പോൾ ഒരു സോപ്പിൽ അതിന്റെ ക്ലീനിങ് വർക്ക് കാറ്റയോൺ ആണ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് കാറ്റയോണിക് ഡിറ്റർജന്റ്. പകരം ആ ഒരു സോപ്പിലെ ക്ലീനിങ് വർക്ക് ചെയ്യുന്നത് ആനയോൺ എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ആനയോണിക് ഡിറ്റർജൻസ്. സോ കാറ്റയോണിക് ഡിറ്റർജൻസ് മീൻസ് ദെയർ പോളാർ ഹെഡ് ഈസ് പോസിറ്റീവ്ലി ചാർജ് ആണ്. അല്ലെങ്കിൽ കാറ്റയോണിന്റെ ചാർജ് എന്തോ നിങ്ങളെ പോസിറ്റീവ് ചാർജ്. എക്സാമ്പിൾ ഫോർ എ കാറ്റയോണിക് ഡിറ്റർജന്റ് അതാണ് നമുക്ക് ആവശ്യം. സീറ്റൈൽ ട്രൈമീഥൈൽ അമോണിയം ബ്രോമൈഡ്. ഫോർമുലയൊന്നും വേണ്ട. സീറ്റൈൽ ട്രൈമീഥൈൽ അമോണിയം ബ്രോമൈഡ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ എ കാറ്റയോണിക് ഡിറ്റർജന്റ്. ഇനി അത് എവിടെയൊക്കെ ഉപയോഗിക്കും? ഫാബ്രിക് സോഫ്റ്റ്നറിലും ഹെയർ കണ്ടീഷണറിലുമാണ് നമ്മൾ പൊതുവെ കാറ്റയോണിക് ഡിറ്റർജന്റുകളെ കാണപ്പെടുന്നത്. ആനയോണിക് ഡിറ്റർജൻസ് ഉണ്ട്. ദിയർ പോളാർ ഹെഡ് ഈസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. എക്സാമ്പിൾ സോഡിയം ലോറൈൽ സൾഫേറ്റ്. ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾ തന്നെയാണ് സോഡിയം ലോറൈൽ സൾഫേറ്റ്. ആനയോണിക് ഡിറ്റർജന്റ് എക്സാമ്പിൾ ആണ്. സച്ച് ഡിറ്റർജൻസ് ആർ യൂസ്ഡ് ടു വാഷ് ക്ലോത്ത്സ്. ഈ നോൺ അയോണിക് ഡിറ്റർജൻസ് ഉണ്ട്. ദിയർ പോളാർ ഹെഡ് ഈസ് ന്യൂട്രൽ ആണ്. എക്സാമ്പിൾ പോളിയെത്തിലീൻ ഗ്ലൈക്കോൾ സ്റ്റീറേറ്റ്. സച്ച് ഡിറ്റർജൻസ് ആർ യൂസ്ഡ് ഇൻ ഡിഷ് വാഷേഴ്സിലാണ് ഉപയോഗിക്കുന്നത്. ഡിഷ് വാഷേഴ്സിൽ നമ്മൾ ആര് ഉപയോഗിക്കും? നോൺ അയോണിക് ഡിറ്റർജൻസിനെ യൂസ് ചെയ്യും. What are the advantages of synthetic detergents over soap? They can be used in hard water, in acidic medium, etc. They are more soluble in water and form lather. Stronger cleansing agents than soaps as they decrease the surface tension to a greater extent. ഇത്രയാണ് കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫിന്റെ എസൻഷ്യൽ തിയറി. അടുത്ത വീഡിയോയിൽ നമ്മൾ കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫിന്റെ ഒരു 20 ക്വസ്റ്റ്യൻസ് MCQ ഫ്രം ദ പാല മെറ്റീരിയൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, till then, thank you, goodbye.